ഏത് കുളിമുറിയിലും കുറ്റിയിട്ടും കുറ്റിയിടാതെ നമ്മൾ കുളിക്കും, അത്രേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചാനൽ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താണ്, ഇടയ്ക്കൊന്ന് സ്റ്റോപ്പായിരുന്നു. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സക്സസ് ആവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് 5-6 വർഷം സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, നമുക്ക് അവരോട് ചോദിച്ചപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. എന്താണിപ്പോൾ അതിന് വേണ്ടി പുതിയ ആൾ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു പ്രചോദനമാവാൻ എന്തൊക്കെ ചെയ്യണം? അതിനിപ്പോ ഞാൻ പറഞ്ഞാലേ, ഇതിന് സക്സസ് ആവാൻ പ്രത്യേകിച്ച് ഒരു മന്ത്രമൊന്നുമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക. അതുണ്ടായില്ല, ഈ കൺസിസ്റ്റന്റ് ആയില്ല. ഇത് നേരത്തെ പറഞ്ഞതാണ് ഞാൻ. ഇത് കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് സക്സസ് ആവില്ല. ഞാൻ എപ്പോഴും പറയാറില്ല, ഇതിൽ നിന്നല്ല എല്ലാറ്റിലും നമുക്കൊരു 10% ടാലൻറ്റും 90% ഹാർഡ് വർക്കുമാണ് വേണ്ടത്. അപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സക്സസ് ആവും. കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോവുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പം ഇന്നലെ നമ്മുടെ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് 6ാമത്തെ വർഷം തികയായിരുന്നു. 6 വർഷമായി അല്ലേ? 2019 ജൂണിലാണ് നമ്മളുണ്ടായിരുന്ന ജോലി രാജിവെച്ചിട്ട് ജൂലൈ 1 മുതലാണ് റാഫ്റ്റോക്സിൻ്റെ സ്റ്റുഡിയോ തുടങ്ങുന്നത്. അത് ഒരു ചെറിയ റൂമിൽ, വളരെ ചെറിയൊരു റൂം, അത്ര വീതിയൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു റൂമിൽ ഞാനും ഷാവലും കൂടി സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അത് വിട്ട് നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തേക്ക് മാറി. അപ്പോൾ അത് ഇങ്ങോട്ട് മാറിയിട്ട് 5 കൊല്ലമായി. ടോട്ടൽ 6 കൊല്ലമായിട്ട് നമ്മളിങ്ങനെ നിൽക്കണമെന്ന് വെച്ചാൽ ഇതിൽ ഒറ്റ ദിവസം പോലും നമ്മളെ ചാനലുകളിൽ വീഡിയോ ഇടാതിരുന്നിട്ടില്ല, മുടങ്ങിയിട്ടില്ല. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാത്ത 2 ദിവസമാണ് ഈ 6 കൊല്ലത്തിൽ ഉണ്ടായത്. അത് കഴിഞ്ഞ നവംബർ ലാസ്റ്റിൽ എൻ്റെ ഇടത്തെ കണ്ണിന് ഒരു ചെറിയ പ്രോബ്ലം വന്നപ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാതായി, കണ്ണ് ഒന്നും കാണാതായി. ആ 2 ദിവസം അല്ലാതെ ഈവൻ വീട്ടിൽ ഫങ്ഷൻസ് ഉള്ള ദിവസം പോലും, ഇപ്പോൾ അനിയൻ്റെ കല്യാണം നടന്നു, രാവിലെ എണീറ്റ് നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞാൽ പുലർച്ചെ വീഡിയോ ചെയ്ത് വെക്കും, അങ്ങനെ ചെയ്തു. അപ്പം ഈവൻ വീട്ടിൽ ഫങ്ഷൻ ഉള്ളപ്പോൾ പോലും നമ്മൾ വർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഫാമിലി ഔട്ടിംഗ് ഒക്കെ നടത്താറുണ്ട്. ആ നടത്തുമ്പോഴും രാവിലെ എണീറ്റ് ഞാനും ഷാവലും കൂടി, നിങ്ങളൊക്കെ നമ്മൾ പോയ റൂമിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാവും. ഞാനും ഷാവലും രാവിലെ പുറത്തിറക്കി ഷൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. സോ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ആദ്യം അവസാനമൊക്കെ വേണ്ടത് അതാണ്. അതില്ലെങ്കിൽ അത് ഞാൻ ഇങ്ങനെ ആക്കി പറയണം എന്താ അറിയോ, അതില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ചാനൽ ഇങ്ങനെ കിടുന്നത്. ഇനി ഉണ്ടാവില്ല, ഇനി ഉഷാറാവും അല്ലേ? തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ് അവൾ പറയുന്നത്. അപ്പോൾ അതിന് പറ്റാവുന്ന സപ്പോർട്ടൊക്കെ നമ്മൾ കൊടുക്കും, നിങ്ങളും കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുമോ നമുക്ക് നോക്കാമല്ലോ. പിന്നെന്താണ്, പിന്നെ ഇപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഒരു ഫ്രീ ടൈം ഒന്നും കിട്ടാറില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ ഫ്രീ ടൈം എങ്ങനെ ഉണ്ടാക്കുക? ഫ്രീ ടൈമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഫുൾ ടൈം നമുക്ക് ഫ്രീ ആണ്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഈ വർക്കിനെ തന്നെ നമ്മളൊരു ഹോബി എന്നുള്ള രൂപത്തിലാണ് കാണുന്നത്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് ചെയ്യുന്നത്. കളിയാണ്, നമുക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കളീനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതൊരു വർക്ക് എന്നുള്ള രൂപത്തിലുപരി നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആരുടെയും കീഴിലൊന്നുമല്ല വർക്ക് ചെയ്യണത്. ഞാനും ഷാവലും, അതിൻ്റെ അപ്പുറത്തേക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും പറയാനും ഇല്ല. പിന്നെ നമുക്ക് നിഹാലൊക്കെ നമ്മുടെ ടീമിലുണ്ട്. എന്നാൽ പോലും ഞാൻ വൈകിയാൽ ഷാവലിനോട് പറയും, ഷാവൽ വൈകിയാണെങ്കിൽ എന്നോട് പറയും. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഇതിലൊരു ശ്രദ്ധയുണ്ട്. അപ്പോൾ ഫ്രീ ടൈം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കലുണ്ട്, ഫുൾ ടൈം വീഡിയോസ് ഇടുന്നുണ്ട്, ഇയാൾക്ക് ഒഴിവൊന്നുമില്ല, ഫ്രീ ടൈം കിട്ടാറുണ്ടോന്നൊക്കെ ഇങ്ങനെ കമന്റ് ഒക്കെ. അതെ, നമ്മൾ കഴിഞ്ഞ സാഫിഷിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. പക്ഷെ സത്യത്തിൽ നമ്മൾ ഫുൾ ഫ്രീ ആയിട്ടാണ് കാണുന്നത്. ഇതന്നെ ഫ്രീ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സമയം നമ്മൾ ഇപ്പോൾ ഫാമിലിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, കുറച്ചും കൂടി നേരത്തെ എണീറ്റ് വർക്ക് ചെയ്യും. ബാക്കി സമയം ഫാമിലീൻ്റെ കൂടെ അങ്ങനെ ചിലവാക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 6 വർഷത്തെ ഈ സോഷ്യൽ മീഡിയ ജീവിതം കൊണ്ട് എന്തുണ്ടാക്കിയെന്ന് വെച്ചാൽ എന്താ പറയുക, എന്ത് നേടി? ഒരു വല്ലാത്ത ചോദ്യം. അതിനുള്ള ഉത്തരം, ഇന്നലെ ഞാനിവിടെ വരുമ്പോഴേ, ഞാൻ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ മീറ്റിങ്ങിൽ പുറകിൽ നിൽക്കുന്ന 2 പയ്യന്മാർ, ആ മീറ്റിംഗ് അവിടെ നടക്കുമ്പോൾ ഹായ് റാഫിക്കാന്ന് പറയും. ആ മീറ്റിംഗ് നടത്തുന്ന ആള് ഒരു നോട്ടം, അതാണ് ഉണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ. എവിടെ പോയാലും നമ്മളെ സുഹൃത്തുക്കൾ ഈ ചാനലിലൂടെ എന്നും നമ്മളെ കണ്ട് നമ്മളെ സുഹൃത്തുക്കളെ പോലെ ആയ ആൾക്കാരുണ്ട്. നമുക്ക് ഒരു പക്ഷേ അവരെ കണ്ട് പരിചയമില്ലെങ്കിലും അവരെന്നും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളോട്
ഹായ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ അന്ന് ആ കുളത്ത് പോയി, അപ്പോൾ അവിടെ കുളിക്കുന്ന 2 പയ്യന്മാർ അവർ തിരിച്ചറിഞ്ഞ് അതാണ് എവിടെ ചെന്നാലും ആളുണ്ട്. അവർ അവരെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കുന്നുണ്ട്. നമ്മൾ അവരെ കൂടെ നിൽക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ശ്രമിക്കാറുമുണ്ട്. മിക്ക സമയത്തും നമ്മൾ ശ്രമിക്കാറുണ്ട്. പിന്നെ ബേസിക്കലി ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാവും. കാരണം ഞാൻ ഇൻട്രോവേർട്ട് ആകുമ്പോൾ എനിക്കൊരു എന്താ പറയുക, അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഹെഡ് ചെയ്ത് ആൾക്കാരോട് സംസാരിക്കാനുള്ള കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഉൾവലിയും. അത് ജാടേന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നമേ ഉള്ളൂ എന്നല്ലാതെ അത് ഈ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടുള്ളൊരു കുഴപ്പമാണ്. പക്ഷേ ഒരു വട്ടം സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഐസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശരിയാവും. അപ്പോൾ നേടിയ ഏറ്റവും വലിയ നേട്ടം ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളാണ്. പിന്നെ സാമ്പത്തികമായി എന്തുണ്ടാക്കി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, സാമ്പത്തികമായിട്ട് ഇപ്പോൾ നമ്മൾ 5 കൊല്ലം കൊണ്ട് നോർമലായിട്ട് നമ്മൾ ജോലി ചെയ്തിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായി എന്നേ പറയാനുള്ളൂ. അല്ലാതെ ഇത് വലിയ രൂപത്തിൽ സമ്പാദിച്ചു വെച്ചൊന്നുമില്ല. നമ്മൾ ബൈക്കായിട്ട് തന്നെ ജീവിച്ചിരുന്നത്, ബൈക്ക് മാറി ഇപ്പോൾ ഒരു കാറായി. പലരും ചോദിക്കലുണ്ട്, പിന്നെ ടീച്ചിങ് ഒക്കെ വിട്ടതുകൊണ്ട് ഇതിപ്പോ എങ്ങനെ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ബൈക്ക് മാറി കാറായി എന്ന് പറയുമ്പോൾ വലിയ കാറല്ല, സാധാരണ നമ്മുടെ നാട്ടിൽ വ്യാപകമായി സാധാരണക്കാരന് ഉപയോഗിക്കുന്ന വണ്ടി എക്സ്പ്രസോ, അതാണ് നമ്മളെ വണ്ടി. അതും സാധാരണക്കാർ എടുക്കണ പോലെ EMI ഒക്കെ ഇട്ട് ലോണൊക്കെ എടുത്ത് അതിൻ്റെ ലോണൊക്കെ സുഖമായിട്ട് അടക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് സാമ്പത്തികമായിട്ട് നമ്മൾ ഉണ്ടാക്കി. പിന്നെ വീട് പണി ഏതാണ്ട് കഴിയാനായിരുന്നു ആദ്യം തന്നെ. ഇതുകൂടി വന്നപ്പോൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമ്മൾ വീട് പണി ചെയ്ത് തീർത്തു. അങ്ങനെയൊക്കെ തന്നെ, എന്നല്ലാതെ ഒരു വൻ സമ്പാദ്യമൊന്നുമില്ല. പക്ഷേ സ്മൂത്തായിട്ട് ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ നടന്നു പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങൾ നടന്നു പോകും. പിന്നെ ആദ്യം ഒരു ജോലി ഉണ്ടായിരുന്നല്ലോ, ആ ജോലി മാറ്റി ഉപേക്ഷിച്ച് ഇതിലേക്ക് വന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാനതിലേക്ക് വരുന്നത്, ഇപ്പോൾ ഈ ഒരിക്കൽ നമ്മൾ ഗെറ്റ് ടുഗദറിന് വേണ്ടി സ്കൂളിൽ പോയിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് എന്നോട് സാറ് ചോദിച്ചു, വളരെ അടുപ്പമുള്ള സാറാണ്, എല്ലാടാ അപ്പോൾ അതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം സാറ് ചോദിച്ചു. അപ്പോൾ അതെല്ലാവർക്കും ഉണ്ട്, അവർക്ക് അത് നമ്മളോടുള്ളൊരു താല്പര്യം കൊണ്ടുകൂടി ആൾക്കാർ ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതുകൊണ്ടൊക്കെ നന്നായി സംഭവിച്ചവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഔട്ട്സൈഡ് ആഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുന്നവരുണ്ടാവും. നമ്മളങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ നമ്മളെ മെയിലിലൊക്കെ ഔട്ട്സൈഡ് ആഡിൻ്റെ ഇത് വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഈ സ്പോർട്സ് മേഖല ആയതുകൊണ്ട് തന്നെ അധികവും ഇപ്പോൾ ഈ ബെറ്റിംഗ് ആപ്പുകളൊക്കെ പോലെയുള്ള, ഇപ്പോൾ ഇതല്ലേ Dream11 പോലെയുള്ള സംഭവങ്ങളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ കളിച്ച് ക്യാഷ് കളയാറില്ല. ഇല്ലാത്തൊരു സാധനം നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടാക്കേണ്ടതെന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ എടുക്കാറുമില്ല. അപ്പോൾ ഇതുമായി കിട്ടുന്നതുകൊണ്ട് സന്തോഷം, ആ രൂപത്തിൽ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ഒരു 5-6 കൊല്ലത്തെ മൊത്തം നമ്മൾ റാഫ് ടോക്സ് ചാനലുകളിൽ വന്നിട്ടുള്ള വരുമാനം എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് ഈ ആവറേജ് മന്ത്ലി നമ്മൾ എടുത്താൽ, ഈ 5-6 കൊല്ലത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആവറേജ് മന്ത്ലി എടുത്തു കഴിഞ്ഞാൽ ഒരു 60,000 70,000 പെർ മന്ത് കിട്ടുന്ന പോലെയാണ്. അത് ഒറ്റക്കല്ല, ഞാനുണ്ട്, ഷാവുലുണ്ട്, നമുക്ക് എംപ്ലോയീസ് ഉണ്ട്. എന്താ പറയുക, എംപ്ലോയീസ് അറിയാം, ഒരുപാട് എംപ്ലോയീസ് അല്ല, 1-2 ആൾക്കാർ എപ്പോഴെങ്കിലൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ വാടക കൊടുക്കണം. ഇത് ഞാൻ പറഞ്ഞത് എല്ലാ മാസം 70,000 കിട്ടുന്നല്ല. ഇപ്പോൾ നമ്മൾ തുടക്കത്തിലൊന്നും അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ വലിയ കളികളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പം കുറച്ചും കൂടി അധികം കിട്ടും, ചിലപ്പോൾ കുറയും. അത്രേ ഉള്ളൂ, അതാണ്. അപ്പോൾ ഒരു ആവറേജാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണല്ലോ അധികം ആൾക്കാർക്ക് അറിയാനുള്ളത്. ആവറേജ് അതാണ്. ലൈഫ് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നു. വലിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ പെടും, ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്. നമ്മളങ്ങനെ കാട് കയറി ചിന്തിക്കാറില്ല, അതാണ്. പിന്നെ ഇപ്പം എന്താ ചോദിച്ചാൽ ദിനചര്യ എങ്ങനെയാണ്? ദിനചര്യയിൽ മാറ്റം വന്നിട്ടില്ല ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നപ്പോൾ. റൂട്ടീൻ അല്ലേ. പക്ഷെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യണതാണല്ലോ. അപ്പം അന്ന് തന്നെ നമ്മൾ അതിരാവിലെ 4 മണിക്ക് 5 മണിക്കൊക്കെ എണീറ്റ് പോയി ട്യൂഷനൊക്കെ പോയിരുന്നല്ലോ അല്ലേ. രാത്രി നൈറ്റ് ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഏതാണ്ട് ആ സമയത്തൊക്കെ തന്നെയാണ് ഇപ്പോഴും. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു ദിനചര്യ എന്താണെന്ന് ചോദിച്ചാൽ, രാവിലെ ഒരു 5 മണിയാകുമ്പോൾ ഉണർന്നിട്ട് വാർത്തകളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യും. അന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു 4 വീഡിയോ രാവിലെ എടുക്കും.
ഒരു 6:15 6:25 ആകുമ്പോൾ നിർത്തിയിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മളെ ബാബുവേട്ടൻ ഉണ്ട്, കാത്തൊക്കെ ഉണ്ടാവും. ബാബുവേട്ടൻ്റെ അടുത്തേക്ക് പോവും. പോയിട്ട് ഞങ്ങൾ ഒരു മണിക്കൂറോളം നടക്കും. ആ നടത്തം ഭയങ്കര രസമുള്ളൊരു നടത്തമാണ്. കാരണം ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ഒരുമിച്ച് സ്കൂളിലൊക്കെ പഠിച്ചവരാണ്. അപ്പോൾ പഴയ കഥകളും പുതിയ കഥകളും ഒക്കെ പറഞ്ഞ് ഒന്ന് റിഫ്രഷ് ആകും. എന്നിട്ട് ഒരു 7:30 7:45 ആകുമ്പോഴേക്കും വീട്ടിലെത്തും. എന്തെങ്കിലും പ്രധാനമായിട്ട് അപ്പോൾ ഇപ്പോൾ ഈ ക്ലബ് വേൾഡൊക്കെ ഇപ്പോൾ നടക്കുമ്പോൾ ചിലപ്പോൾ 8:30-ക്കൊക്കെ റിസൾട്ട് വരും. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വീഡിയോ അടങ്ങി ഇടും. പിന്നെ കുട്ടികളെയും കൂട്ടി അവരെ സ്കൂളിൽ വിടും. ഞാനും കൂടി സ്റ്റുഡിയോ പോകും. സ്റ്റുഡിയോയിൽ ഷാവലും ഉണ്ടാവും, നമ്മുടെ നിഹാലുണ്ടാവും. നമ്മളെല്ലാവരും കൂടി അവിടെ രസകരമായിട്ട് വർക്ക് ചെയ്യും. എന്നിട്ടൊരു 12:30 1 മണിയൊക്കെ ആകുമ്പോൾ ചായ അടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ചായക്കടയിൽ പോകും. അല്ലേ, ഒരു രസത്തിനാണ് ഇത് എന്ന് പറഞ്ഞാൽ. ഈ വർക്ക് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഏതെങ്കിലും ഒരു ചായക്കടയിൽ പോകും. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു കടയിൽ വരും. അവിടെ നിന്ന് ചായയും കുടിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിക്കും. എന്നിട്ട് 2-2:30 ആകുമ്പോഴേക്കും വീണ്ടും സ്റ്റുഡിയോ പോകും. അതാണ് ഇത്. ഈ മൈക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. ഇവിടെ എന്തെങ്കിലും വരികയാണെങ്കിൽ അവിടെ ഷൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ സ്റ്റുഡിയോ പോയിട്ട് ആ സമയത്ത് വന്നിട്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഒരു 4 മണിയാകുമ്പോൾ സ്കൂളിൽ പോകും, കുട്ടികളെടുക്കും. 5 മണിയാകുമ്പോൾ വീട്ടിലെത്തും. പിന്നെ എന്തെങ്കിലും വാർത്തയൊക്കെ വൈകുന്നേരമൊക്കെ വരാം, അതൊക്കെ രാത്രി ചെയ്യും. പിന്നെ ചിലപ്പോൾ 12 മണിക്ക് ഒക്കെ കളി ഉണ്ടാവും. 12 മണി 12:30-ക്കൊക്കെ കളി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ കളി കാണും. അത് എല്ലാ കളികളൊന്നും കാണുന്നില്ല. കാരണം ഒരേ സമയത്ത് 2 കളി നടക്കുമ്പോൾ 2 കൂടി കാണാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ലല്ലോ. പറ്റാവുന്ന കളികളൊക്കെ കാണും. അതിൻ്റെ വാർത്ത അടുത്ത ദിവസം എടുക്കും. ഇങ്ങനെ പോകുന്നു. അതാണ്. അതെ. അതായത് ഇപ്പോൾ നമ്മളെ ജോർജ് സാറ് പറഞ്ഞ പോലെ ഏത് കുളിമുറിയിലും കുറ്റിയിട്ടും കുറ്റിയിടാതെയും നമ്മൾ കുളിക്കും. അത്രേ ഉള്ളൂ. എവിടെ പോയാലും എങ്ങനെയെങ്കിലുമൊക്കെ അതാണ്. എവിടെ പോയാലും നമ്മളെ വർക്ക് ഇങ്ങനെ നടന്നു പോകുന്നുള്ളതാണ്. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അറിയാൻ? നിങ്ങൾ പുതിയ ചാനലൊക്കെ തുടങ്ങിയല്ലേ? എന്തൊക്കെയാണ് വേണ്ടതെന്ന് പുതിയതായിട്ട് തുടങ്ങാനുള്ളവർക്ക് ഒരു ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എത്ര ചെയ്യേണ്ടുള്ളൂ. നമ്മൾ അധികം പെർഫെക്ഷൻ നിൽക്കണ്ട. ഈ വീഡിയോ എത്ര ക്ലാരിറ്റി ഇല്ല, സൗണ്ട് അങ്ങനെ അതൊന്നും നോക്കണ്ട. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നവർ അങ്ങോട്ട് തുടങ്ങുക. നമ്മൾ പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മളെ വീഡിയോസിന് നമ്മുടേതായിട്ടുള്ള ഫോളോവേഴ്സ് വരും. അത് ക്ലിക്കാവും. ഇപ്പോൾ നിങ്ങൾ ഇത് എടുത്തിട്ട് ഈ വീഡിയോ എടുത്തിട്ട് ലിങ്ക് എടുത്ത് നമ്മളെ ഫാമിലീസിന് മൊത്തം അയച്ചു കൊടുക്കുന്നു, ഫ്രണ്ട്സിനൊക്കെ മൊത്തം അയച്ചു കൊടുക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൂടുതൽ നിങ്ങൾ വിചാരിക്കണ്ട. എന്തെങ്കിലും തെറ്റി ഇല്ല. നമുക്ക് വരുന്ന എത്ര ലിങ്കുകളുണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലല്ലേ നമ്മളത് ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ ആ പരിപാടിയിലൊന്നും ഒരു അർത്ഥമില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുക. നമ്മുടേതായിട്ടുള്ള ഫോളോവേഴ്സ് വരും, സക്സസ് ആവും. അപ്പോൾ യൂട്യൂബ് ആണെങ്കിലും അങ്ങനെ തന്നെ. നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, ഫേസ്ബുക്കിൽ നിന്ന് വളരെ ചെറിയ പൈസ കിട്ടുന്നുണ്ട്. വളരെ ചെറുതായി നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആകെ 10-34,000 ഫോളോവേഴ്സേ ഉള്ളൂ ഫേസ്ബുക്കിൽ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു 1.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളത് മോണിറ്റൈസ് ചെയ്തിട്ടില്ല. കാരണം അങ്ങനെയുള്ള പുറത്തുനിന്നുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് തോന്നുമ്പോൾ എന്തെങ്കിലും കളിയെ പറ്റിയുള്ളത് പറഞ്ഞു പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ആദ്യം തന്നെ വലിയ ക്യാഷ് വിചാരിക്കേണ്ട, ആദ്യം തന്നെ വലിയ എക്യുപ്മെൻറ്റ്സ് വേണമെന്നും വിചാരിക്കേണ്ട. നിങ്ങളങ്ങോട്ട് തുടങ്ങുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങോട്ട് പോവുക. ഇത്രേ പറയാനുള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പം എന്താ തീരുമാനിച്ചത്? ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടരും. ശരി. അപ്പോൾ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ 6 വർഷത്തെ സോഷ്യൽ മീഡിയ ജീവിതം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ സാഫിഷ്യൻ ചാനൽ കൂടി ഒന്ന് രക്ഷപ്പെടണം. അപ്പോൾ സുഹൃത്തുക്കളെ സഹായിക്കുക. എന്തായാലും ഇതാണല്ലോ വർക്ക്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എത്തിയത്. ഇനി മുന്നോട്ട് വന്നിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.